കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന പഴമൊഴി പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ ഇടം അമ്മയുടെ ഗർഭപാത്രവും ജനനശേഷം അമ്മയുടെ സ്വന്തം കരങ്ങളുമാണ്. എന്നാൽ സമീപകാലത്ത് അമ്മമാരുടെ കൈകളിൽ പോലും കുഞ്ഞുങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കൈക്കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള കഥകൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് പറയേണ്ടി വരുന്നത്. തിരുവനന്തപുരം മാർത്താണ്ഡത്ത് നവജാത ശിശുവിനെ അമ്മ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസ് കരളലിയിപ്പിക്കുന്നതാണ്. ബെനീറ്റ എന്ന 21കാരി സ്വന്തം കുഞ്ഞിനെ വായിൽ ടിഷ്യൂ പേപ്പർ തിരികെ കയറ്റി കൊലപ്പെടുത്തിയതിൻ്റെ കാരണമെന്ത്? പ്രസവാനന്തരം ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണോ സ്ത്രീകളെ കൊലയാളികളാക്കുന്നത്? ഇതോടൊപ്പം സംസ്ഥാനത്തെ പോലീസ് അതിക്രമത്തിൻ്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മനോനില തെറ്റിയ പോലീസുകാരെ ചികിത്സിക്കേണ്ട സമയമായോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ഭർതൃമതിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദകരവും അഭിമാനവും നൽകുന്ന കാര്യമാണല്ലേ. എന്നാൽ പ്രസവാനന്തരം സ്ത്രീകളിൽ ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. പ്രസവാനന്തരമുള്ള വേദനയും ഉറക്കമില്ലായ്മയും ദാമ്പത്യ പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെ സമ്മർദ്ദവുമൊക്കെ യുവതികളുടെ മനോനില തെറ്റിക്കാം. ഒരുപക്ഷെ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തണമെന്ന ചിന്ത വരെ അവരിലുണ്ടാകാം. തിരുവനന്തപുരം മാർത്താണ്ഡത്ത് ഭർത്താവ് തന്നേക്കാൾ സ്നേഹം കുട്ടിയോട് പ്രകടിപ്പിച്ചതിലെ പകയാണ് നവജാത ശിശുവിനെ 21കാരി കൊലപ്പെടുത്താനുള്ള കാരണം. മാർത്താണ്ഡം സ്വദേശിനി ബെനിറ്റയാണ് കുഞ്ഞിൻ്റെ വായിൽ ടിഷ്യൂ പേപ്പർ തിരുകി കയറ്റി കൊലപാതകം നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാർക്ക് തോന്നിയ സംശയമാണ് സംഭവത്തിൻ്റെ ചുരുളഴിച്ചത്. കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുഞ്ഞുണ്ടായതിൽ അമ്മായിയമ്മ പ്രകടിപ്പിച്ച നീരസവും കൊലപാതകത്തിന് കാരണമായതായി പറയുന്നുണ്ട്. തക്കല കരിങ്കലിന് സമീപം ബാലൂർ സ്വദേശി ബെനിറ്റ ജയ എന്ന അന്നലാണ് 42 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ടിഷ്യൂ പേപ്പർ വായിലും മൂക്കിലും തിരുകി കൊലപ്പെടുത്തിയത്. ദിണ്ടിഗലിൽ ഭർത്താവ് കാർത്തികിനോടൊപ്പം താമസിച്ചു വരികയായിരുന്നു ബെനിറ്റ. പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായാണ് സ്വന്തം നാടായ കരിങ്കല്ലിലെത്തിയത്. ദിണ്ടിഗലിൽ നിന്ന് കാർത്തിക് ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ ഇന്നലെ പുലർച്ചെ വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞ് അനങ്ങാതെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങിയതാണെന്നാണ് ബെനിറ്റ കാർത്തിക്കിനോട് പറഞ്ഞത്. ഉടനെ കുഞ്ഞിനെ ബാലൂരിലെ കുട്ടികളുടെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിച്ചു. കുഞ്ഞിന്റെ മൃതദേഹം ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. കുഞ്ഞിന്റെ മൂക്കിലും വായിലും ടിഷ്യൂ പേപ്പറിന്റെ അംശങ്ങൾ കണ്ടതാണ് സംശയത്തിനിടയാക്കിയത്. കൊലപാതകമാകാമെന്ന് ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായതിനെ തുടർന്ന് കുളച്ചൽ ASP സംഭവസ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ചോദ്യം ചെയ്യലിൽ അമ്മ ബെനീറ്റ കുറ്റം സമ്മതിച്ചു. കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ തനിക്കും ഭർത്താവിനുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്ന് ബെനീറ്റ പറഞ്ഞു. ഭർത്താവ് കുഞ്ഞിനോട് മാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്നത് തനിക്ക് അസഹ്യമായിരുന്നു. ഭർത്താവിന്റെ സ്നേഹം കുഞ്ഞിന് മാത്രമായി ലഭിക്കുന്നത് കടുത്ത അമർഷമുണ്ടാക്കിയെന്നും കുഞ്ഞിനോട് വിരോധം തോന്നിയെന്നും ബെനീറ്റ പറഞ്ഞു. കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ബെനീറ്റയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ ബെനീറ്റയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കന്യാകുമാരി. കേരളത്തിലെ പോലീസുകാരെ ആരാണ് അഴിഞ്ഞാടാൻ വിടുന്നത്? തെരുവ് ഗുണ്ടകളെപ്പോലെ പൊതുജനങ്ങളെ ആക്രമിക്കുകയും കസ്റ്റഡിയിലിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ജനമൈത്രി പോലീസിൻ്റെ മുഖം വികൃതമാക്കുകയാണ്. കാക്കിയിട്ട ക്രിമിനലുകളുടെ ഗുണ്ടായിസത്തിന് ഇരയായ കൊല്ലം കൊട്ടാരക്കരയിലെ ഹരീഷ് എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ 1 വർഷമായി ചികിത്സയിലും നിയമ പോരാട്ടത്തിലുമാണ്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ 2024 സെപ്റ്റംബറിലാണ് ഹരീഷിന് പോലീസിൻ്റെ മർദ്ദനമേറ്റത്. പിന്നീട് കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമമുണ്ടായി. എന്നാൽ യുവാവിനെ വേട്ടയാടിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉന്നത പദവികളിൽ തുടരുകയാണ്. ഹരീഷ് ആകട്ടെ ജോലി ചെയ്ത് കുടുംബം പോറ്റാനാകാതെ ദുരിത ജീവിതത്തിൽ.
കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഹരീഷിന്റെ ദുരിതങ്ങളുടെ തുടക്കം. കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാനുള്ള പരിഭ്രമത്തിൽ തിരക്കിട്ട് പോകുമ്പോൾ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനുമായി തർക്കമുണ്ടായി. തർക്കം കഴിഞ്ഞ് ഹരീഷ് ആശുപത്രിയിലേക്ക് പോയി. അന്ന് വൈകിട്ട് ഹരീഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊട്ടാരക്കരയിലെ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്വകാര്യ വാഹനത്തിലെത്തി. ഹരീഷിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് പല സ്ഥലങ്ങളിലെത്തിച്ച് മർദ്ദിച്ചു. സ്റ്റേഷനിൽ എത്തിച്ച ഹരീഷിന്റെ കാലിൽ ലാത്തി കൊണ്ട് പൊതിരെ തല്ലി. അന്ന് സംഭവിച്ചപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ 4-ാം തീയതിയാണ്. വൈകിട്ട് 5:05 ഞങ്ങൾ കുഞ്ഞിനോട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരാൾ വന്നു. ഒരു ആൾട്ടോ കാറില്ല, ഞാൻ എൻ്റെ 800 അവിടെ സൈഡില്ല വണ്ടിക്ക് വഴി കൊടുക്കാൻ. ഞാൻ പറഞ്ഞാൽ അയാൾക്ക് ഇച്ചിരി പുറമോട്ട് മാറ്റിയാൽ മതി. ആ സൈഡ് ഒന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ എടുത്ത പോലെ ചാടി വേണ്ടെന്ന് വെച്ചു. ഇവിടെ നീ എവിടുന്ന് ബുക്ക് ചെയ്താണ്? എൻ്റെ ഭാര്യ. ഞാൻ പറഞ്ഞു ഇവിടെ അതെൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഷോൾഡറിൽ നിന്ന് പിടിച്ചു. നീ ചോദിച്ചാൽ വെച്ചിട്ട് അങ്ങനെ ഞാൻ ടെൻഷൻ ഇരിക്കാം. എൻ്റെ കുഞ്ഞിന് പോകാതെ ടെൻഷൻ ഇരിക്കാം. ഇഷ്ടോടെ പിടിച്ച് തെള്ളുകയല്ലേ. അല്ലെ ഇപ്പം എൻ്റെ 2 സെൻറ്റ് എന്തായാലും ഇവിടെ നിന്ന് മുറിക്കും. അത്രേ സംഭവിച്ചുള്ളൂ അവിടെ. ഞാൻ അറിഞ്ഞിട്ട് അയാൾ പോലീസാണ്. അതിനെ അയാൾ മാറ്റി തന്നു. ഞാനങ്ങ് പോവുകയും ചെയ്തു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് യുവാവ് പറയുന്നു. ഇടിച്ച് ചുമന്ന കാർ ഇട്ടുകൊണ്ട് പോയി കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇടിച്ച് തലയും കയറ്റി. എന്നിട്ടുമാരി ഇടിയോളാണ് 3-3.5 മണിക്കൂർ നമ്മുടെ പള്ളിക്കൽ പൂവറ്റൂര് ആ ഭാഗം മൊത്തമായിട്ട് കറക്കിയിട്ട് 10 മണിക്ക് സ്റ്റേഷൻ കുടിച്ചത്. 10-10 സ്റ്റേഷൻ കുടിച്ചപ്പോൾ അവിടെ ചെന്നിട്ട് കാലിന്റെ വെള്ളയിലായിരുന്നു അടി. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കേസെടുത്തതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. കോടതി വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു. SI PK പ്രദീപിനെ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും പിന്നീട് കുണ്ടറ SI ആയി നിയമിച്ചു. കഴിഞ്ഞ ദിവസം കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട ഹരീഷ CCTV ദൃശ്യങ്ങൾക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. തന്നെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നതുവരെ നിയമ പോരാട്ടം നടത്താനാണ് ഹരീഷിന്റെ തീരുമാനം. ന്യൂസ് 18 കൊട്ടാരക്കര. കൊലയാളികളോ ഭീകരരോ അല്ല, പിന്നെ എന്തിനാണ് അവരെ കറുത്ത മുഖംമൂടിയും വിലങ്ങമണിയിച്ച് കോടതിയിലെത്തിച്ചത്? വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ചെത്തിച്ച സംഭവം വലിയ വിവാദമായിട്ടുണ്ട്. കഴിഞ്ഞ മാസം 18-ന് SFI നേതാക്കളെ ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിച്ചെന്ന കേസിൽ വധശ്രമ കുറ്റം ചുമത്തിയാണ് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമായിരുന്നു അസാധാരണമായ സംഭവം. കേസിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. പോലീസിന്റെ നടപടിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. തൃശൂർ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ഉൾപ്പെടെയുള്ള 3 നേതാക്കളെ മുഖം മറച്ചും വിലങ്ങണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയ സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. SFI നേതാക്കളെ ആക്രമിച്ചെന്ന കേസിലാണ് പ്രതികളായ KSU നേതാക്കളെ അസാധാരണമായ രീതിയിൽ കോടതിയിൽ എത്തിച്ചത്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, ഒറ്റപ്പാലം കോളേജിലെ KSU യൂണിറ്റ് ഭാരവാഹി അല്ലമീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ നടപടിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനുശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴും നേതാക്കളെ മുഖം മൂടിയിട്ട് വിലങ്ങുവെച്ചാണ് കൊണ്ടുവന്നത്. പ്രതികളെ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് നസീബ് A. അബ്ദുൾ റസാഖ് എന്തിനാണിവരെ മുഖം മറച്ച് വിലങ്ങണിയിച്ചു ഹാജരാക്കിയതെന്ന് ആരാഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ വടക്കാഞ്ചേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന് കൃത്യമായ മറുപടി നൽകാനായില്ല. തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ചത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ പരാതിക്കാർ FIRൽ പേര് രേഖപ്പെടുത്തിയ അതേ പ്രതികളെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്നാണ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കാൻ പോലീസ് മേധാവികളോട് കോടതി ഉത്തരവിട്ടത്. പോലീസിന്റെ ഈ നടപടിയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. വടക്കാഞ്ചേരി ടൗണിൽ KSU മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പിയിലെ വസതിയിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിലും സംഘർഷമുണ്ടായി.
SFI ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ദേശമംഗലം ആദിത്യൻ, കിള്ളിമംഗലം കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് എന്നിവരെ ഓഗസ്റ്റ് 18-ന് മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് പരിസരത്ത് ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിച്ചുവെന്ന കേസിലാണ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തത്. 8000 രൂപയും മൊബൈൽ ഫോണും കൈവശപ്പെടുത്തിയെന്ന കുറ്റവും ചുമത്തിയിരുന്നു. അറസ്റ്റിലായ ഗണേഷ് ആറ്റൂരിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് അർദ്ധരാത്രിയിൽ ചെന്ന് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ന്യൂസ് 18 തൃശൂർ. കോളറിൽ പിടിച്ച് ചുമരിലേക്ക് കയറ്റി നിർത്തി മർദ്ദനം. പോലീസിന്റെ 3-ാം മുറയേക്കാൾ ക്രൂരമായ ആക്രമണം. കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ നടന്ന സംഭവമല്ലിത്. മലപ്പുറത്തെ ഒരു സ്കൂളിൽ അധ്യാപകനിൽ നിന്ന് വിദ്യാർത്ഥി നേരിട്ട ക്രൂരതയാണ്. സ്കൂളിൽ വരാതെ അവധിയെടുത്തതിനാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി തല്ലിച്ചതച്ചത്. കടുങ്ങാത്തുകുണ്ടിലെ ബാഫക്കി യത്തീംഖാന സ്കൂളിലെ അധ്യാപകനായ ഷിഹാബിനെതിരെയാണ് വിദ്യാർത്ഥിയും രക്ഷിതാക്കളും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മർദ്ദനത്തിൽ 15-കാരന് സാരമായി പരിക്കേറ്റെന്നാണ് ആരോപണം. അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിലും ശിശുക്ഷേമ സമിതിയിലുമാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന ബാഫക്കി യത്തീംഖാന സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് അധ്യാപകൻ ക്രൂരമായി തല്ലിച്ചതച്ചതായി പരാതിയുള്ളത്. 2 ദിവസം സ്കൂളിൽ വരാതെ അവധിയെടുത്തതിനാണ് അടിച്ചതെന്ന് വിദ്യാർത്ഥിയും രക്ഷിതാവും പറയുന്നു. 10F ഡിവിഷനിലെ ക്ലാസ് അധ്യാപകനായ ഷിഹാബാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. ബസ് കിട്ടാതിരുന്നതിനാൽ വിദ്യാർത്ഥി ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പോയിരുന്നില്ലെന്ന് രക്ഷിതാവും വിദ്യാർത്ഥിയും പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ സ്കൂളിലെത്തിയപ്പോഴായിരുന്നു മർദ്ദനം. വടിയിട്ട് പലയിടത്തും എനിക്ക് ആ ടൈമിൽ എന്തൊക്കെ ചെയ്തത് എനിക്ക് തന്നെ ഓർമ്മയില്ല. അതൊക്കെ കാട്ടിയിരുന്നു. പക്ഷേ കോളറിലൊക്കെ പിടിച്ച് വാതിലിനൊക്കെ അടിക്കുക. കോളറിൽ പിടിച്ച് ചുമരിലേക്ക് കയറ്റി നിർത്തി വടി ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. കാലിന് അടിച്ചതിനാൽ ഇപ്പോഴും വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുമുണ്ടെന്ന് കുട്ടി പറഞ്ഞു. തല ചുവരിൽ ഇടിപ്പിച്ചതിനാൽ തലകറക്കവും അനുഭവപ്പെടുന്നുണ്ട്. മർദ്ദനത്തിന്റെ പാടുകൾ കണ്ട് ഡോക്ടർ പോലും അമ്പരന്ന് പോയെന്ന് രക്ഷിതാവ് പറഞ്ഞു. പോലീസിന്റെ 3-ാം മുറയേക്കാൾ ക്രൂരമായാണ് മർദ്ദിച്ചതെന്നാണ് രക്ഷിതാവ് പറയുന്നത്. പിന്നെ ഇന്നലെ രാവിലെ 9:30 കുട്ടീനിക്ക് ഇത്രയും ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. ഒരു അധ്യാപകന് അദ്ദേഹം എന്താ പറയുക, ഒരു സിനിമ സ്റ്റൈലിലേക്കാണ് മൂപ്പര് ഷോൾഡർ പിടിച്ചിട്ട് കുട്ടീനെ പൊന്തിക്കുക. അതേമാതിരി ചുമരുമൊക്കെ കുട്ടീൻ്റെ തല ഇടിപ്പിക്കുക. കാലിന്, കയ്യിന്, ഭാര്യക്ക്, വയറിന് ഇവിടെയൊക്കെയാണ് ഇയാളെ ദ്രോഹിച്ചിട്ടുള്ളത്. സംഭവത്തിൽ അധ്യാപകനെതിരെ കൽപ്പകഞ്ചേരി പോലീസിലും ശിശുക്ഷേമ സമിതിയിലും പരാതി നൽകിയിട്ടുണ്ട്. അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. മകനെ സ്കൂളിൽ വിടാൻ ഭയമാണ്. സീനിയർ വിദ്യാർത്ഥികൾ പലതവണ തൊടുപുഴ സർക്കാർ സ്കൂളിലെ +1 വിദ്യാർത്ഥിയുടെ അമ്മ മകൻ നേരിട്ട ക്രൂരതകളെക്കുറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വിവരിച്ചത്. റാഗിങ്ങിൻ്റെ പേരിലായിരുന്നു മർദ്ദനവും ഭീഷണിയും. +1 വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസമാണ് +2 പഠിക്കുന്നവർ സംഘം ചേർന്ന് മർദ്ദിച്ചത്. മുസ്ലിം ലീഗ് നേതാവിൻ്റെ മകനും MSF മേഖലാ പ്രസിഡന്റുമായ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. സംഭവത്തിൽ 3 പേർക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ പ്രിൻസിപ്പാൾ അറിയിച്ചു. തൊടുപുഴയിലെ സർക്കാർ സ്കൂളിൽ വ്യാഴാഴ്ചയാണ് സംഭവം. ഇടവെട്ടി സ്വദേശിയായ കുട്ടിക്കാണ് മുതിർന്ന വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. ക്ലാസ്സിലെത്തിയ 2ാം വർഷ വിദ്യാർത്ഥിയും MSF മേഖലാ പ്രസിഡന്റുമായ അല്ലമീൻ അകാരണമായി മർദ്ദിച്ചെന്നാണ് പരാതി. മറ്റ് 2 പേർ ചേർന്ന് ഈ കുട്ടിയെ തടഞ്ഞുവച്ചായിരുന്നു മർദ്ദനമെന്നും പരാതിയിലുണ്ട്. മർദ്ദനമേറ്റ് സ്കൂളിൽ നിന്നിറങ്ങിപ്പോയ കുട്ടിയെ തൊടുപുഴ പോലീസ് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിയുന്നത്. അല്ലമീനെതിരെ മർദ്ദനം, പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി തൊടുപുഴ പോലീസ് കേസെടുത്തു. 2 പേർ പ്രായപൂർത്തിയാവാത്തതിനാൽ വിശദ റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറും. അല്ലമീൻ സ്കൂളിൽ ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാക്കുന്നയാളാണെന്നും ഇനിയും സ്കൂളിൽ മകനെ വിടുന്നതിൽ ഭീതിയുണ്ടെന്നും മർദ്ദനമേറ്റ കുട്ടിയുടെ അമ്മ പറയുന്നു.
ഇപ്പം 3 പിള്ളേർ കൂടിയിട്ടാണ് അവനെ, അതിൽ അല്ലമ്മി എന്ന് പറഞ്ഞൊരു കൊച്ചു അവനെ അടിച്ചത്. ഒരു സച്ചു, ഒരു ശിവപ്രസാദ് എന്ന് പറഞ്ഞ 2 പിള്ളേർ അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് കൊച്ചിൻ്റെ മുഖത്തിൻ്റെ അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കുട്ടിയുടെ പ്രവൃത്തി എന്ന് വെച്ചാൽ ഇത് സംഗീതത്തിന് മാത്രമല്ല, ഇതിന് മുമ്പും വേറെ പല പിള്ളേർക്കും ഇത് ഉണ്ടാകുന്നുണ്ട്. അവനൊരു സ്ഥിരമായിട്ടുള്ളൊരു പ്രശ്നക്കാരനായിട്ടാണ് സ്കൂൾ അധികൃതരും PTA പ്രസിഡൻറ്റും അങ്ങനെ സ്കൂളിൽ ഏകദേശം ഒരു 95 ഞാൻ സംസാരിച്ച എല്ലാവരും എന്നെക്കുറിച്ച് ഒരു നദി പോലും ഇല്ല. കൊച്ചു സ്ഥിരം ഒരു പ്രശ്നക്കാരനായിട്ടാണ് പറയുന്നത്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള നിസ്സാര വഴക്കിന്റെ പേരിലാണ് മർദ്ദനമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. അല്ലമീനെ 15 ദിവസത്തേക്ക് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ മകനാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ അല്ലമീൻ. ന്യൂസ് 18 തൊടുപുഴ. തന്നോട് മോശമായി പെരുമാറിയ യുവ നേതാവിനെതിരെ പരാതിയില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപം നടത്തിയവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് നടി റിനി ആൻ ജോർജ്. വിവിധ യൂട്യൂബ് ചാനലുകളിലൂടെയും വ്യാജ പ്രൊഫൈൽ വഴിയും തനിക്ക് നേരെ പെയ്ഡ് ആക്രമണം ഉണ്ടായെന്നാണ് യുവതിയുടെ ആക്ഷേപം. തനിക്കെതിരെ നടക്കുന്നത് ആസൂത്രിതമായ സൈബർ ആക്രമണമെന്ന് യുവതി പരാതിയിൽ പറയുന്നു. രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ, ക്രൈം നന്ദകുമാർ അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നടി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും റിനി. സൈബർ ആക്രമണങ്ങളിലും അപകീർത്തികരമായ പരാമർശങ്ങളിലും കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയാണ് റിനിയുടെ പരാതി. രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ, ക്രൈം നന്ദകുമാർ എന്നിവർക്കെതിരെയും പരാതിയുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ SP, മുനമ്പം DYSP എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. നടക്കുന്നത് പെയ്ഡ് ആക്രമണമാണെന്ന് റിനി ആരോപിച്ചു. നേരിട്ട് ആക്രമണം നടത്തുന്നവരെ മാത്രമല്ല, പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും കണ്ടെത്തണം. തന്നെ മാത്രമല്ല, തന്റെ പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയും ബാധിക്കുന്നുവെന്നും റിനി പറഞ്ഞു. ഞാൻ സൈബർ ആക്രമണത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ ഈ സമയം വരെ നിരന്തരമായ സൈബർ അറ്റാക്കാണ് എനിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഒരു കാര്യമായിട്ട് തന്നെ എടുത്തിട്ടില്ല. ഞാനത് പോസ്റ്റിൽ ഇടുകയും ചെയ്തിരുന്നു. ഞാനതൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത്. കാരണം കൊള്ളുന്നവർക്ക് പൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പോൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചതിന് കാരണം എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞു, അതായത് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം. കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ വേദനകൾ പുറത്തു പറയുന്ന ഇരകൾക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക്, അപ്പോൾ ഇരകൾക്ക് മൊഴി കൊടുക്കാനോ പരാതി കൊടുക്കാനോ ഒക്കെ ഭയം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് അതിൽ പരാതി കൊടുക്കുകയും അതിന് വേണ്ട നടപടിക്കായി ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ സൈബർ പോലീസിനും അതുപോലെ പോലീസ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധിയായ യുവ നേതാവിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന് വെളിപ്പെടുത്തിയതിനു ശേഷം റിനിക്കെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് നടക്കുന്നത്. എന്നാൽ യുവ നേതാവ് ആരാണെന്ന് വെളിപ്പെടുത്താൻ റിനി ഇപ്പോഴും തയ്യാറായിട്ടില്ല. നേരത്തെ തന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും റിനി ആൻ ജോർജ് പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പോലീസിൽ പരാതിയില്ലെന്ന നിലപാടിലാണ് റിനി. ന്യൂസ് 18 കൊച്ചി. എല്ലാ നാട്ടിലും സാമൂഹ്യദ്രോഹികളായ കുറെ ചെറുപ്പക്കാരുണ്ടാകും. സ്ത്രീകളെ ശല്യം ചെയ്യുകയും സദാചാര പോലീസ് ചമഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നവർ. കണ്ണൂർ നടുവിൽ എന്ന ഗ്രാമത്തെ സ്ഥിരം പ്രശ്നക്കാരാണ് ഇരട്ട സഹോദരങ്ങളായ ശമലും ശ്യാമും അയൽവാസിയായ ലത്തീഫും. വിവാഹിതയായ യുവതിയുടെ കിടപ്പറ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ശമലും ലത്തീഫും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. കൂട്ടുപ്രതി ശ്യാമിന് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. യുവതിയും ആൺസുഹൃത്തും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമം നടത്തിയെന്നുമാണ് ഇവർക്കെതിരായ പരാതി. കണ്ണൂർ കുടിയാൻമലയിൽ വിവാഹിതയായ യുവതിയും മറ്റൊരാളുമായുള്ള സ്വകാര്യ രംഗം
രഹസ്യമായി ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ 3 അംഗ സംഘത്തിൽ പിടിയിലായ 2 പേരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. നടുവിൽ പള്ളിത്തട്ട് രാജീവ് ഭവൻ ഉന്നതിയിലെ 21-കാരനായ കിഴക്കനടിയിൽ ഷമിലിനെയും നടുവിൽ ടെക്നിക്കൽ സ്കൂളിന് സമീപത്തെ ചെറിയാണ്ടിനകത്ത് 48-കാരനായ ലത്തീഫിനെയുമാണ് തളിപ്പറമ്പ് കോടതി റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. യുവതിയുടെ സുഹൃത്തായ ആലക്കോട് സ്വദേശി ഇടയ്ക്കിടെ യുവതിയുടെ വീട്ടിലെത്താറുണ്ടായിരുന്നു. ഇതു മനസ്സിലാക്കിയ ശ്യാമും ഷമലും ഒളിഞ്ഞിരുന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കിടപ്പറ ദൃശ്യങ്ങൾ പകർത്തുകയും വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്ന് പണം ഈടാക്കുകയുമായിരുന്നു. വീണ്ടും ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു. ഇവർ റെക്കോർഡ് ചെയ്ത വീഡിയോ അയച്ചു കിട്ടിയ സുഹൃത്ത് ലത്തീഫ് ദൃശ്യം കാണിച്ച് യുവതിയോട് തനിക്ക് വഴങ്ങണമെന്നാവശ്യപ്പെട്ടു. കൂടാതെ പണം നൽകണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. തുടർന്ന് യുവതി കുടിയാൻമല പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കേസിലെ 1-ാം പ്രതിയും ഷമലിന്റെ സഹോദരനുമായ ശ്യാം മറ്റൊരു മർദ്ദനക്കേസിൽ നിലവിൽ കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിലാണ്. ന്യൂസ് 18 കണ്ണൂർ. ദൈവവിശ്വാസികളായ മനുഷ്യർ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പ്രാർത്ഥിക്കാനായി ദേവാലയങ്ങളിൽ പോകാറുണ്ട്. എന്നാൽ അന്ധവിശ്വാസികൾ അഭയം പ്രാപിക്കുന്നത് ദുർമന്ത്രവാദത്തിലാണ്. ഒടുവിൽ സ്വന്തം ജീവിതം തന്നെ അപകടത്തിലാകുന്ന സാഹചര്യം പോലും ഉണ്ടാകാം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ മന്ത്രവാദിയും യുവാവും പുഴയിൽ മുങ്ങി മരിച്ചത് മന്ത്രവാദത്തിനിടെയാണ്. ദുർമന്ത്രവാദത്തിന് ശേഷം പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ കാൽ വഴുതിയായിരുന്നു അപകടം. കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഹസൻ മുഹമ്മദ്, കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത്. ജോലി ലഭിക്കാത്തതിന് പരിഹാരം കാണാൻ എത്തിയതായിരുന്നു യുവരാജ്. ഉച്ചയോടെയാണ് ദാരുണ സംഭവമുണ്ടായത്. കൊഴിഞ്ഞാമ്പാറ കുലക്കപ്പാറയിലെ പുഴയിലിറങ്ങിയ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഹസൻ മുഹമ്മദ്, കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത്. കൊഴിഞ്ഞാമ്പാറ പള്ളിത്തെരുവിലെ ഹസൻ മുഹമ്മദിന്റെ വീട്ടിലാണ് ദുർമന്ത്രവാദ ക്രിയകൾ നടന്നിരുന്നത്. പരിഹാരക്രിയയ്ക്ക് ശേഷം പുഴയിലിറങ്ങിയ ഹസൻ മുഹമ്മദും 18-കാരനായ യുവരാജും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. യുവരാജും അമ്മയും സഹോദരി ഭർത്താവും ഉൾപ്പെടെ 4 പേരാണ് കോയമ്പത്തൂരിൽ നിന്ന് ഹസൻ മുഹമ്മദിനെ കാണാനെത്തിയത്. മകന് ജോലി ലഭിക്കാത്തതിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി കഴിഞ്ഞയാഴ്ച എത്തിയ കുടുംബത്തോട് മന്ത്രവാദ കർമ്മങ്ങൾക്കായി എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. രാവിലെ 10:30 തുടങ്ങിയ പരിഹാരക്രിയകൾ ഉച്ചവരെ നീണ്ടു. പരിഹാരക്രിയകൾക്കൊടുവിൽ പുഴയിൽ മുങ്ങാനായി ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. ന്യൂസ് 18 പാലക്കാട്. സ്വന്തമായി മൊബൈൽ ഫോണോ സിം കാർഡുകളോ ഇല്ല, എന്നാൽ ഓൺലൈൻ തട്ടിപ്പിൽ ബിരുദനാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പ് സംഘത്തെ നിയന്ത്രിക്കുന്നത് എറണാകുളം അറക്കപ്പടി സ്വദേശി സൈനുൽ ആബിദാണ്. ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിലൂടെ കണ്ണൂർ സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് 4.5 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൻ്റെ അന്വേഷണത്തിലാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. സൈബർ തട്ടിപ്പുകൾക്ക് ആബിദ് ഉപയോഗിച്ചിരുന്നതെല്ലാം മറ്റുള്ളവരുടെ പേരിലെടുത്ത സിം കാർഡുകളും ATM കാർഡുകളുമെന്നാണ് കണ്ടെത്തൽ. ഡോക്ടറെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ആബിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലായ യുവാവ് 2 മാസം മുൻപാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം. ഇങ്ങനെയുള്ള പരസ്യം കണ്ടാണ് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടർ ആദ്യം പണം നിക്ഷേപിച്ചത്. ഇതിനായി പ്രതികൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഡോക്ടറെ കൊണ്ട് ആപ്പ് സ്റ്റോക്ക് എന്ന കമ്പനിയുടെ വെൽത്ത് പ്രോഫിറ്റ് പ്ലാൻ സ്കീമിൽ വൻ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് പലതവണയായി 4,43,20,000 രൂപ നിക്ഷേപിപ്പിച്ചു. ആദ്യം ചെറിയ സംഖ്യയാണ് ഡോക്ടർ നിക്ഷേപിച്ചത്. ഇതിന്റെ ലാഭം ഓൺലൈനിലൂടെ പെരുപ്പിച്ചുകാട്ടി കൂടുതൽ തുക നിക്ഷേപിപ്പിച്ചു. പലതവണയായി 18 അക്കൗണ്ടുകളിലേക്കാണ് ഡോക്ടർ പണം കൈമാറിയത്. ഉടൻ തന്നെ ഈ പണമെല്ലാം തട്ടിപ്പ് സംഘം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. പണം പെരുകുന്നത് കണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് പണം വാങ്ങി ഡോക്ടർ കൂടുതൽ നിക്ഷേപം നടത്തി. നിക്ഷേപം 4,43,20,000 രൂപയായപ്പോൾ ലാഭം ഇരട്ടിയായെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. തുക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ തട്ടിപ്പ് സംഘം മുങ്ങി. ഈ വാട്സപ്പ് ഗ്രൂപ്പും വെൽത്ത് പ്രോഫിറ്റ് പ്ലാനും ഇല്ലാതായി.
താൻ തട്ടിപ്പിന് ഇരയായെന്ന് ബോധ്യപ്പെട്ട ഡോക്ടർ കഴിഞ്ഞ ജൂൺ 25-നാണ് തട്ടിപ്പ് സംബന്ധിച്ച് സൈബർ പോലീസിൽ പരാതി നൽകിയത്. ആ കേസിന്റെ അന്വേഷണത്തിലാണ് മലയാളികൾ ഉൾപ്പെടുന്ന സംഘം പിടിയിലായത്. പെരുമ്പാവൂർ സ്വദേശി റിജാസ്, ചെന്നൈ മങ്ങാട് സ്വദേശി മഹബൂബ ഷാ ഫാറൂഖ് എന്നിവരെ ഓഗസ്റ്റ് 10-ന് ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ചെന്നൈ സ്വദേശിയായ സെന്തിൽ കുമാർ എന്നയാളുടെ അക്കൗണ്ടിൽ വന്ന 44 ലക്ഷം രൂപ ATM വഴിയും ഓൺലൈൻ ഇടപാട് വഴിയും കൈകാര്യം ചെയ്തിരുന്നത് ഇവരായിരുന്നു. ഡോക്ടറുടെ പണം കൈമാറിയ 18 അക്കൗണ്ടുകളിൽ ഒന്നായിരുന്നു സെന്തിൽ കുമാറിന്റേത്. സെന്തിലിന്റെ പേരിലെടുത്ത ബാങ്ക് അക്കൗണ്ട്, ATM കാർഡ് എന്നിവയെല്ലാം മെഹബൂബ ഷാ, റിജാസ് എന്നിവർ വഴി സൈനുൽ ആബിദീൻ കൈവശപ്പെടുത്തി. ഇതുപോലെയുള്ള ഒട്ടേറെ അക്കൗണ്ട് നമ്പറുകൾ പ്രതി ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഡോക്ടർ പണം നിക്ഷേപിച്ച സെന്തിലിന്റെ അക്കൗണ്ട് വിവരം തേടിയപ്പോഴാണ് അന്വേഷണം റിജാസിനും ഭാഷയിലും എത്തിയത്. റിജാസും ഭാഷയുമാണ് തന്നെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ചതെന്നും പാസ്ബുക്കും ATM കാർഡും അവർ കൈക്കലാക്കിയെന്നും സെന്തിൽ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇവരിൽ നിന്നാണ് അന്വേഷണം മുഖ്യപ്രതി എറണാകുളം അറക്കപ്പടി സ്വദേശി സൈനുൽ ആബിദീനിൽ എത്തിയത്. ഫോൺ ഉപയോഗിക്കാത്ത പ്രതിയെ പിടികൂടാൻ പോലീസ് പലതവണ സ്ഥലത്തെത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായില്ല. ഓഗസ്റ്റ് 20 വരെ മറ്റൊരാളുടെ സിം കാർഡ് ഉപയോഗിച്ച് ഫോൺ ചെയ്തിരുന്നു. സൈനുൽ ആബിദീൻ സ്ഥലത്തെത്തിയപ്പോൾ നാട്ടിൽ നിന്ന് വിവരം ലഭിച്ചതനുസരിച്ച് പോലീസ് എത്തി പിടികൂടുകയായിരുന്നു. ആബിദിന്റെ പേരിൽ വിശാഖപട്ടണത്ത് ഒരു കേസുണ്ട്. കണ്ണൂരിൽ തന്നെയുള്ള മറ്റൊരു ഓൺലൈൻ തട്ടിപ്പ് കേസിൽ റിമാൻഡിലായിരുന്ന ആബിദ് ജൂലൈയിലാണ് ജാമ്യത്തിലിറങ്ങി കടന്നുകളഞ്ഞത്. ന്യൂസ് 18 കണ്ണൂർ. കോഴിക്കോട് സരോവരത്തെ ചതുപ്പിൽ നിന്ന് അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ നാടുവിട്ടതാണ്. രഞ്ജിത്തിന് വേണ്ടി പിന്നീട് പോലീസ് സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപക തിരച്ചിൽ നടത്തി. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമെത്തിയത് തെലുങ്കാനയിലെ കമ്മത്ത്. പോലീസിനെ കണ്ടപാടെ രഞ്ജിത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിനെ സരോവരം തണ്ണീർത്തടത്തിൽ കെട്ടിത്താഴ്ത്തിയ കേസിലെ 2ാം പ്രതിയാണ് കോഴിക്കോട് പെരിങ്ങളം സ്വദേശി രഞ്ജിത്ത്. ഇയാളുടെ സുഹൃത്തുക്കളായ നിഖിൽ, ദീപേഷ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ 3 പ്രതികളും പിടിയിലായെങ്കിലും വിജിലിൻ്റെ മരണകാരണം ഇപ്പോഴും അവ്യക്തമാണ്. വെള്ളിയാഴ്ച സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ വിജിലിന്റേത് എന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേസിലെ 2ാം പ്രതിയും പിടിയിലാകുന്നത്. വാഴത്തുരുത്തിക്ക് സമീപമുള്ള ചതുപ്പിൽ പരിശോധന ആരംഭിച്ച് 8ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് അന്വേഷണ സംഘത്തിന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. തലയോട്ടി ഒഴികെ 53 അസ്ഥികളാണ് ലഭിച്ചത്. മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുകളും കയറുകളും മരിച്ച സമയത്ത് ധരിച്ചതായി കരുതുന്ന വസ്ത്രങ്ങളുടെ ഭാഗങ്ങളും തെരച്ചിലിൽ കണ്ടെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം DNA പരിശോധന കൂടി പൂർത്തിയാക്കിയാലേ ലഭിച്ച അസ്ഥികൾ വിജിലന്റേതാണെന്ന് ഉറപ്പിക്കാനാകൂ. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അസ്ഥികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 2019 മാർച്ച് 24 ഉച്ചയോടെ അമിത അളവിൽ ബ്രൗൺ ഷുഗർ കുത്തിവച്ചതിനെ തുടർന്നാണ് വിജിൽ മരിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. ശേഷം സരോവരത്തെ ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തി. 8 മാസത്തിന് ശേഷം ചതുപ്പിൽ നിന്ന് അസ്ഥിഭാഗങ്ങളെടുത്ത് മരണാനന്തര കർമ്മങ്ങൾ ചെയ്തുവെന്നും മൊഴിയിലുണ്ട്. വീട്ടിൽ നിന്ന് ബൈക്കിൽ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയതാണ് വിജിൽ. സരോവരത്തെ പറമ്പിൽ വെച്ച് ബ്രൗൺ ഷുഗർ കൊണ്ടുവന്ന നിഖിൽ അത് വലിച്ചു. മറ്റു 3 പേർ അത് ഇഞ്ചക്ഷനായാണ് ഉപയോഗിച്ചത്. ഏറെ നേരം കഴിഞ്ഞിട്ടും വിജിൽ ഉണർന്നില്ല. അവിടെ തന്നെ കിടത്തി മറ്റുള്ളവർ പോയി. രാത്രി തിരിച്ചു വന്നപ്പോഴും അതേപോലെ കിടക്കുന്നത് കണ്ടതോടെ മരിച്ചെന്ന് കൂട്ടുകാർക്ക് വ്യക്തമായി. കുറ്റിക്കാട്ടിലേക്ക് മൃതദേഹം മാറ്റിക്കിടത്തിയ ശേഷം വിജിലിന്റെ ബൈക്കും മൊബൈലും എടുത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ വെച്ചു. പിറ്റേന്ന് വന്ന് മൃതദേഹം വെള്ളത്തിലേക്ക് താഴ്ത്തി മുകളിൽ ചെങ്കല്ല് കയറ്റിവെച്ചു. 8 ദിവസം കഴിഞ്ഞു നോക്കിയപ്പോൾ തല വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നത് കണ്ടു. തുടർന്ന് ഭാരമേറിയ കരിങ്കല്ല് കൂടി ശരീരത്തിലേക്ക് കയറ്റിവെച്ച് പൂർണ്ണമായി വെള്ളത്തിനടിയിലാക്കിയെന്നും മൊഴിയിൽ പറയുന്നു. കേസിൽ വാഴാത്തിരുത്തി, കുളങ്ങരക്കണ്ടി മീത്തൽ KK നിഖിൽ, വേങ്ങേരി, തടമ്പാട്ടുതാഴം, ചെന്നിയാമ്പൊയിൽ ദീപേഷ് എന്നീ പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. 2ാം പ്രതി കോഴിക്കോട് പെരിങ്ങളം സ്വദേശി രഞ്ജിത്ത് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ആന്ധ്രയിലുണ്ടെന്ന് വ്യക്തമായത്. ഒടുവിൽ ആന്ധ്രയിലെത്തിയ പോലീസ് സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു.
ന്യൂസ് 18 കോഴിക്കോട്. നടൻ സൗബിൻ ഷാഹിർ പ്രതിയായ മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുണ്ടോ? പ്രതികളെ സഹായിക്കുന്ന തരത്തിൽ കേസിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നും പ്രധാന രേഖകൾ ഫയലിൽ നിന്ന് എടുത്തു മാറ്റിയതായും പരാതി ഉയർന്നിരുന്നു. ഇതോടെ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. എറണാകുളം DCP വിനോദ് പിള്ളയ്ക്കാണ് മേൽനോട്ട ചുമതല. എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ലത്തീഫാകും കേസ് അന്വേഷിക്കുക. പരാതിക്കാരനായ സിറാജ് വലിയതൂർ DGPക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. സൗത്ത് ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ മരട് പോലീസാണ് കേസ് അന്വേഷിച്ചിരുന്നത്. എന്നാൽ അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്നും കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ച് പരാതിക്കാരൻ സിറാജ് വലിയതുറ DGPക്ക് പരാതി നൽകിയിരുന്നു. കേസിൽ ക്രമക്കേട് നടന്നതായി പറയുന്ന തുകയുടെ വ്യാപ്തിയും പരാതിക്കാരന്റെ അഭിഭാഷകൻ നിയമ നടപടി സ്വീകരിച്ചതും കണക്കിലെടുത്താണ് പുതിയ ഉത്തരവ്. പ്രതികളെ സഹായിക്കുന്ന തരത്തിൽ കേസിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നും ബാങ്ക് ഇടപാടുകളുടെ പ്രധാന രേഖകൾ ഫയലിൽ നിന്നും എടുത്തുമാറ്റിയതായും പരാതി ഉയർന്നിരുന്നു. നിലവിൽ കേസിന്റെ അന്വേഷണ ചുമതല കൊച്ചി സിറ്റി DCP വിനോദ് പിള്ളയ്ക്കായിരിക്കും. 7 കോടി രൂപയുടെ തട്ടിപ്പായതിനാൽ ക്രൈംബ്രാഞ്ച് DYSPയാണ് കേസ് അന്വേഷിക്കുക. 2 ACPമാരും സംഘത്തിലുണ്ട്. സൗബിനെ ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്യും. സൗബിനെയും സഹനിർമ്മാതാക്കളായ പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരെയും മരട് പോലീസ് 2 ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യവും നൽകിയിട്ടുണ്ട്. അതിനിടെ അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാൻ ദുബായിൽ പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട സൗബിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. രാജ്ഭവനും മുഖ്യമന്ത്രിയുടെ വസതിയും സെക്രട്ടേറിയറ്റും വിമാനത്താവളവും പത്മനാഭസ്വാമി ക്ഷേത്രവും തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലകളാണ്. എന്നാൽ ഇവിടെ പലപ്പോഴായി വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ കേൾക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ക്ഷേത്രത്തിലും സ്ഫോടനം ഉണ്ടാകുമെന്നായിരുന്നു ഒടുവിൽ സന്ദേശമെത്തിയത്. 2 ക്ഷേത്രങ്ങളിലും പോലീസും ബോംബ് സ്ക്വാഡും തിരച്ചിൽ നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. സംഭവത്തിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശമെത്തിയത്. 2 ക്ഷേത്രങ്ങളിലും ബോംബ് വെച്ചിട്ടുണ്ടെന്നും വൈകിട്ടോടെ സ്ഫോടനമുണ്ടാകുമെന്നുമായിരുന്നു സന്ദേശം. സന്ദേശത്തെ തുടർന്ന് 2 ക്ഷേത്രങ്ങളിലും പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. വ്യാജ സന്ദേശമാണെന്ന് പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നു. വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്കും കോടതികൾക്കും ബോംബ് വച്ചിട്ടുണ്ടെന്നായിരുന്നു സന്ദേശം. ക്ലിഫ് ഹൌസ്, സെക്രട്ടേറിയറ്റ്, രാജ്ഭവൻ, വഞ്ചിയൂർ കോടതി, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കാണ് വിവിധ ദിവസങ്ങളിൽ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചത്. സമാന സ്വഭാവത്തിലുള്ള ഭീഷണി സന്ദേശമാണ് ഇത്തവണയും ലഭിച്ചത്. മുൻപ് വന്ന സന്ദേശങ്ങളെല്ലാം ഡാർക്ക് നെറ്റ് വഴി അയച്ചതായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ സന്ദേശങ്ങൾക്ക് പിന്നിലുള്ളവർക്കായി അന്വേഷണം തുടരുന്നുണ്ടെങ്കിലും ഇതുവരെ സൂചനകൾ ലഭ്യമായിട്ടില്ല. അതിനിടെ ശനിയാഴ്ച ഡൽഹിയിലെ താജ് പാലസ് ഹോട്ടലിന് നേരെയും ബോംബ് ഭീഷണിയുണ്ടായി. സന്ദേശം ലഭിച്ചതിന് പിന്നാലെ പോലീസും ബോംബ് സ്ക്വാഡും ഹോട്ടലിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സന്ദേശം വ്യാജമാണെന്ന് ഡൽഹി പോലീസും പിന്നീട് സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് സമീപ ദിവസങ്ങളിൽ ചില അപകടങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാകുന്നുണ്ട്. ഒരു വീട്ടിലും സ്കൂൾ പരിസരത്തുമുണ്ടായ സ്ഫോടനങ്ങൾ വലിയ ആശങ്ക സൃഷ്ടിച്ചതാണ്. പിന്നാലെ പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. മണ്ണാർക്കാട് ആനമൂളി ചെക്ക് പോസ്റ്റിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി പുതൂരിലേക്ക് കടത്താൻ ശ്രമിച്ച ജലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളുമാണ് പിടികൂടിയത്. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു.
ആനമൂളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് സ്ഫോടക വസ്തുക്കളുടെ ശേഖരം കണ്ടെത്തിയത്. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി പുതൂരിലേക്ക് കടത്താൻ ശ്രമിക്കുകയായിരുന്ന 405 ജെലാറ്റിൻ സ്റ്റിക്കുകൾ, 399 ഡിക്ടനേറ്ററുകൾ എന്നിവയാണ് പിടികൂടിയത്. തച്ചമ്പാറ സ്വദേശിയായ 37-കാരൻ സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാവിലെ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പുതൂർ പോലീസും മണ്ണാർക്കാട് പോലീസും സംയുക്തമായാണ് ആനമൂളി ചെക്ക് പോസ്റ്റിന് സമീപത്ത് പരിശോധന നടത്തിയത്. ഓട്ടോറിക്ഷയിൽ 2 ബോക്സുകളിലായാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. അട്ടപ്പാടി പുതൂരിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പുതൂരിൽ വസ്തുക്കൾ മറ്റൊരാൾക്ക് കൈമാറാനായിരുന്നു പദ്ധതിയെന്നും പോലീസ് പറയുന്നു. സന്ദീപിന് എവിടെ നിന്ന് സ്ഫോടക വസ്തു ലഭിച്ചു എന്നും പുതൂരിൽ ആർക്ക് കൈമാറുമെന്നും കൂടുതൽ ചോദ്യം ചെയ്യലിലെ വ്യക്തമാകൂ എന്ന് മണ്ണാർക്കാട് പോലീസ് പറഞ്ഞു. മണ്ണാർക്കാട് CI MB രാജേഷ്, പുതൂർ SI സലാം എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് 18 പാലക്കാട്. വാട്സാപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി സൈബർ പോലീസ്. ഉപയോക്താക്കളുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കൽ, ആൾമാറാട്ടം നടത്തി സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. തട്ടിപ്പുകാർ ഫോണിൽ വിളിച്ച് വിശ്വാസം നേടിയെടുത്ത ശേഷം ആപ്പ് ഇൻസ്റ്റലേഷൻ ഫയലുകൾ സന്ദേശങ്ങളായി അയച്ച് OTP കൈക്കലാക്കും. തുടർന്ന് അക്കൗണ്ടുകൾ അവരുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്യും. പിന്നീട് ഹാക്കർമാർ ഉടമയുടെ പേരിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നതാണ് രീതി. ഇത്തരം തട്ടിപ്പിനെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പോലീസ്. ഫോണിൽ വരുന്ന OTPകൾ പങ്കുവെക്കരുതെന്നും അജ്ഞാതമായ ലിങ്കുകളോ ഇൻസ്റ്റലേഷൻ ഫയലുകളോ തുറക്കരുതെന്നും സംശയാസ്പദമായി തോന്നുന്ന സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുതെന്നുമാണ് പോലീസിൻ്റെ നിർദ്ദേശം. ഈ മുന്നറിയിപ്പ് ഗൗരവമായി എടുത്താൽ വലിയ ചതികളിൽ പെടില്ലെന്ന് വിശ്വസിക്കാം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.